ഏതായാലും തിരുവനന്തപുരത്തെ പിണറായിയുടെ കൊട്ടാര സദൃശ്യമായ വസതിക്ക് മുന്നിൽ അന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ ശരിക്കും തലകൂരാൻ പറ്റാത്ത അവസ്ഥയിലായി കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യം ഇതിൽ പ്രതികരണത്തിരുന്നൊക്കെ സാധാരണ അവിടെ വന്ന പ്രാദേശിക നേതാക്കന്മാരും അണികളെയൊക്കെയാണ്. പക്ഷെ വലിയ നേതാക്കന്മാരും കുടുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. സംഗതി പിടിവിട്ടുപോയി. ഇവരുദ്ദേശിച്ച പോലെ ഇട്ടാവട്ടത്തിൽ നിന്നില്ല. മനസ്സിലായില്ലേ? ഇത് സംഗതി നേരെ ഡൽഹിക്ക് പോവാണ്. ഒന്നാമത്തെ കാര്യം, ED ആക്രമിക്കുന്നത് ഇപ്പോൾ രണ്ടിടത്തായി. ഇതിന് മാതൃക ആദ്യം കാണിച്ചത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്നുള്ള ഷാജഹാൻ ഷെയ്ഖ് ആയിരുന്നു. ഈ ഷാജഹാൻ ഷെയ്ഖ് ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. 2.5 വർഷം ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് കുഴപ്പമായെന്ന് കണ്ട തൃണമൂൽ അയാളെ പുറത്താക്കി. ഇല്ലേ? അതെ, നിവർത്തിയായിട്ട് ചെയ്തു ഇതാണ്. കാരണം ഇയാൾ ആൾ ചില്ലറക്കാരനല്ല, ഇയാൾ മഹാഗുണ്ടാതായതോ വലിയ ഭീകരനുമായിരുന്നു. നമ്മളെ തിരുവനന്തപുരത്തൊക്കെ ഇവർ കാണിച്ചതിൻ്റെ 10 ഇരട്ടി ആക്രമണം നടത്തിയ ആളാണ്. അങ്ങനെ വന്നു കഴിഞ്ഞ സമയത്ത് ഇപ്പം എന്ത് സംഭവിച്ചു? കേരളത്തിൽ ED ആക്രമിക്കപ്പെട്ടു. അപ്പോൾ ഇതൊരു പതിവായി മാറും എന്ന് ED ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. എവിടെ വെച്ച് ഇവർ ആക്രമിക്കപ്പെടാം. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലോട്ട് ചെല്ലുമ്പോൾ എടാ ഇത് കേരളത്തിലും ബംഗാളിലും ആകാമെങ്കിൽ ഞങ്ങൾക്കായിക്കൂടെ? ഒറ്റ ഒരുത്തനെ പരിശോധിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ഇപ്പം ഏതെങ്കിലും ഒരു പാർട്ടി നേതാവിൻ്റെ വീട്ടിൽ റെയ്ഡിന് പോയാൽ യുവമാർ അണികളെല്ലാം കൂടെ കൂടി യുവമാരെ ഈ ഉദ്യോഗസ്ഥരെ തല്ലി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ പല മത തീവ്രവാദ സംഘടനയുടെ ലൈനാണിത്. അതെ, അവർ നേതാവിനെ പിടിക്കാൻ വരുമ്പോൾ അണികളെല്ലാം നാലൊഴിക്കുന്ന അവർ ഉയരം കൊടുത്ത് കംപ്ലീറ്റ് ആളും ഒത്തുകൂടി ഇവരെ ഓടിക്കാൻ ശ്രമിക്കുന്നത്. എന്താണെങ്കിലും EDക്ക് ഈ കേസിൽ അവർക്കായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്കാകെ ചെയ്യാവുന്നത് മറ്റൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാവുന്നതാണ്. കേരള പോലീസിനെയോ കേരളത്തിലെ കോടതിയിലെ പ്രോസിക്യൂട്ടർമാരെയോ അവർക്ക് വിശ്വാസമില്ല. ഇല്ല, മാത്രമല്ല ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ എനിക്ക് അറിയില്ല, ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ HSO ഉണ്ടോയെന്ന് അറിയില്ല, SHO ഉണ്ടോയെന്നുള്ള അറിയില്ല. കാരണം പുള്ളി അവരുടെ യൂണിയൻ്റെ നേതാവായിരുന്നാണ്, സംസ്ഥാന പ്രസിഡന്റായിരുന്നാണ്. ഇതിപ്പോൾ അവിടെ കണ്ടതിൽ 30 ടീമാണ് ഈ കേസ് അന്വേഷിക്കാൻ പറ്റുന്നത്. അത് ACP വിജയചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള 30 കണ്ടോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള 30 ടീമാണ് ഇത് അന്വേഷിക്കാൻ വരുന്നത്. പക്ഷേ അവിടെ പ്രശ്നം അവിടെ അല്ല. EDയുടെ പ്രശ്നം കോടതികളിലെ പ്രോസിക്യൂഷൻ നിയമനം എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയ പ്രേരിതമാണ്. അതിൻ്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു കണക്ക് എനിക്ക് ലഭ്യമായിട്ടുണ്ട്. കാരണം ഇപ്പം പ്രോസിക്യൂഷൻ നിയമനം എന്ന് പറയുന്നത് CBIയുടെ മാത്രമാണ് യഥാർത്ഥത്തിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള പ്രോസിക്യൂഷൻ. അല്ലാത്ത പ്രോസിക്യൂഷൻ്റെ കാര്യം CBIയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ CBI ഏജൻസി CBIയിലും NIAയിലും ഏജൻസികളെ പ്രോസിക്യൂട്ടർ നിയമനം, ഈ CBI NIA തുടങ്ങിയ ദേശീയ സുരക്ഷാ ഏജൻസികളുടെ പ്രോസിക്യൂട്ടർ നിയമനം നിർബന്ധമായും കർശനമായും UPSC വഴി മെറിറ്റ് ബേസ്ഡ് ആണ്. അങ്ങനെയുണ്ട്, UPSC ഇടപെടുക. അതെ. അതേസമയം നമ്മുടെ കേരളത്തിൽ വന്ന് നോക്കുക, സെഷൻസ് കോടതിയിലെ PP പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പിൻവാതിൽ രാഷ്ട്രീയ നിയമനമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ അതിൻ്റെ ഘടക കക്ഷികളുടെയോ ഏതെങ്കിലും കേസിൽ നടക്കുന്ന ഒരു ആളിനെ വക്കീലന്മാരെ പിടിച്ച് അങ്ങ് പ്രോസിക്യൂട്ടറാക്കും. ഇനി ഹൈക്കോടതിയിലെ ഗവൺമെൻറ് പ്ലീഡർമാർ, ഇതും പിൻവാതിൽ രാഷ്ട്രീയ നിയമനം. അതായത് ഇവരുടെ കേസുകൾ, ഇവർക്കെതിരായ കേസുകൾ വന്നാൽ, ഇവർക്ക് അനുകൂലമായ കേസുകൾ വന്നാൽ അവർക്ക് അനുകൂലമായ രീതിയിൽ നടപടി എടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത് രാഷ്ട്രീയ നിയമനം. അതുകൊണ്ടാണല്ലോ ഈ പ്രമാദമായ കേസുകളിൽ ഇവരെ ഒഴിവാക്കിയിട്ട് ഡൽഹിയിൽ നിന്ന് ലക്ഷങ്ങൾ എടുത്ത ആളെ കൊണ്ടുവരേണ്ടത്. ഇനി വിജിലൻസ് കോടതികളിലെ LA അല്ലെങ്കിൽ ALAമാർ, വിജിലൻസ് കോടതി നമ്മൾ വിചാരിക്കുമല്ലോ വിജിലൻസ് കോടതി നമ്മുടെ ഏകരക്ഷയാണ്. അവിടുത്തെ പ്രശ്നം എന്താണ്? അതും പിൻവാതിൽ രാഷ്ട്രീയ നിയമനമാണ്. ചുരുക്കി പറഞ്ഞാൽ CBIയുടെ NIAയുടെ കോടതികളിൽ മാത്രമേ യഥാർത്ഥ പ്രോസിക്യൂട്ടർമാർ സർക്കാർ നിയോഗിച്ചവർ ഉള്ളൂ. മാത്രമല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണോ, അവരുടെ മുൻകാല ചരിത്രം എങ്ങനെയാണ്, അവരുടെ പിന്നെ വിദ്യാഭ്യാസ അക്കാഡമിക് മെറിറ്റാണ്. അതായത് UPSC പരീക്ഷ എഴുതി പാസ്സായാൽ മാത്രമേ അവിടെ പ്രോസിക്യൂട്ടർ നിയമനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവർക്ക് ആരുടെയും ചട്ടുകമല്ല, അവർക്ക് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല, ഇവർ പറയുന്ന പോലെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ED ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കും, CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ CBI വന്നു കഴിയുമ്പോൾ നമ്മുടെ നേതാക്കന്മാർ തൊട്ട് കൊടുക്കും ആണല്ലോ. കാരണം ഈ കമ്പും കല്ലും വടിയൊക്കെ ഇവർക്ക് ഇവിടെ നിന്ന് കിട്ടി. അതെ, പാക്കറ്റിൽ പ്ലാസ്റ്റിക് കവറിൽ മുട്ടയും കൊണ്ടുവരികയാണ്. ഈ മുട്ട കഴിക്കാനാണെന്നാണ് ആദ്യം പലരും കരുതിയെന്നാണ്. മുട്ട കൊണ്ടുവരും, എല്ലാവർക്കും ക്ഷീണിച്ചിരിക്കുക, എല്ലാവരും വേറെ മുട്ട കഴിക്കണം. പിന്നെയാണ് മനസ്സിലായത് ഗ്ലാസ്സിൽ എറിയാനാണെന്ന്. അല്ല, മുട്ട എറിയാൻ പോകുന്ന സീൻ കണ്ടായിരുന്നു. അതായത് പോലീസ് വ്യക്തമായിട്ട് അറിയാം, അവിടെ കൂടി നിൽക്കുന്ന പോലീസുകാർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവന്മാർ മുട്ട എറിയാൻ പോകണമെന്ന്. മുട്ട കൈ പിടിച്ച് ഇവർ പോലീസുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതെ, ഈ പറയുന്ന മുട്ട എറിഞ്ഞ കൗൺസിലർ ഇല്ലേ, അയാൾ പോലീസുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്നതിന് ശേഷമാണ് പോയിട്ട് മുട്ട വെച്ചെറിയുന്നത്. എറിയുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിയുടെ സൈഡിലും മുമ്പ് ഫ്രണ്ടിലെ ഗ്ലാസ്സിലും എല്ലാം എറിയുന്നുണ്ട്. എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ഹൈവേ റോബറിയുടെ പ്രധാന ഘടകങ്ങളൊന്നും മുട്ട എറാണല്ലോ. മുട്ട എറിയുന്നു, ഗ്ലാസ്സിലെല്ലാം ഇത് സ്പ്രെഡ് ആവുന്നു, നമ്മൾ ഓർക്കാതെ വൈപ്പർ പ്രവർത്തിപ്പിക്കുന്നു, ഗ്ലാസ് മുഴുവനാവുന്നു, ഒന്നും കാണാൻ പറ്റാതാവുന്നു, പിടിച്ചു ചേർത്തി
അവർ നമ്മൾ വണ്ടി നിർത്തുമ്പോൾ പിടിച്ചേർത്ത് കൊള്ളയടിക്കുന്നു. പോലീസിന് രീതിയാണ്. പോലീസിന് തടയാമായിരുന്നു. നമ്മളുടെ ആക്രമണത്തിന്റെ ശൈലി കണ്ടോ? കേരള പോലീസിലെ ഉദ്യോഗസ്ഥരെ ഇതിനകത്ത് കുറ്റവാളികളാക്കണം. അത് കുറ്റവാളികളല്ല, അവരെ പ്രതിയാക്കണം, പ്രതിപട്ടിയെ കൊണ്ടുവരണം. കാരണം അവരുടെ ഭാഗത്തുനിന്ന് നല്ല വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം. എന്തൊക്കെ പറഞ്ഞാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP അടക്കം നിൽക്കുമ്പോഴാണ് അവിടെ ഈ സംഭവം നടക്കുന്നതെന്നുള്ളതാണ്. അല്ല, മാത്രമല്ല ഈ ഇതിൽ പങ്കെടുത്തവരുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് മുഴുവൻ പറയുന്നുണ്ട്, ഞങ്ങൾ നടപ്പിലാക്കി, ഞങ്ങൾ പദ്ധതി നടപ്പിലാക്കി, പ്ലാൻ ചെയ്ത് പാർട്ടി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ എല്ലാം കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്ന് പലരും അവകാശപ്പെടുന്നു. ഇവരൊക്കെ വീടുകളിലെത്തി, ഈ കേസിലെ പ്രതികളായവരുടെ വീടുകളിലേക്ക് നേതാക്കന്മാർ പോകുന്നു നിരന്തരം. 25 പേരെ ഇതുവരെ പിടിച്ചിട്ടുണ്ട്. അതെ, ശക്തമായിട്ട് അവർ പിന്നാലെ കൂടിയിട്ടുണ്ട്. ശക്തമായി എന്താണെന്ന് പോലീസിനെ ഒരു നാണക്കേട് ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്തോ ശക്തമായിട്ട് അതിൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു ഈ ഓടിച്ചിട്ടുള്ള അറസ്റ്റ്. അല്ല, അത് പിണറായി പോലീസല്ലേ ഇവിടെ ഉള്ളത്? പിണറായി പോലീസാണ് ഇവിടെ ഉള്ളത്. കാരണം ഇത് ഈ കേസ് അന്വേഷിക്കാൻ അടുത്ത ഏജൻസി വരുന്നതിന് മുമ്പ് ഇവന്മാരെ പിടിച്ച് ഇവരുടേതായ രീതിയിൽ അങ്ങ് അകത്തിട്ടാൽ എന്താണ് എന്നുള്ള ഒരു നീക്കമുണ്ട്. അങ്ങനെയുള്ള ഒരു നീക്കമുണ്ട്. ഇങ്ങനെ പല രീതിയിൽ കേസ് അന്വേഷണം നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് അറിയുന്നുള്ളൂ. ഇവരെ മേലെ ഏതൊക്കെ വകുപ്പാണെന്നുള്ള കാര്യം പിന്നീട് കോടതിയിൽ ഹാജരാക്കാൻ അറിയുന്നത്. അതായത് ഈ മറ്റേ നമ്മുടെ ഇതുപോലെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നല്ലോ, മറ്റേ പിന്നെ വടക്കാഞ്ചേരിയിലെ ഫ്ലാറ്റിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു അതിന് പറയുന്ന പേര്? റെഡ് ക്രസന്റ്. ആ വിഷയത്തിൽ CBI വരുമെന്ന് കരുതിയിട്ടാണ് ഇവർ വിജിലൻസിനെ കൊണ്ട് ഏറ്റെടുപ്പിച്ച് ആ ഫയല് മുഴുവൻ അവർ കൊണ്ട് കൈക്കലാക്കി അത് ഫയൽ മുഴുവൻ മാറ്റി. അതിനകത്ത് അഴിമതിയുടെ ഫയൽ മുഴുവൻ മാറ്റി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പം ഈ ഓടിച്ചിട്ടുള്ള അറസ്റ്റിന് പിന്നിലും കേന്ദ്ര ഏജൻസികൾ വല്ലതും വന്നാൽ അതിനു മുമ്പ് ഇവരെ രക്ഷിക്കത്തക്ക രീതിയിൽ ഒരു സംഗതി തെളിവുകൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഈ EDയുടെ ഏറ്റവും വലിയ പിടിവള്ളി എന്താ? ഈ മുമ്പേ നമ്മൾ പറഞ്ഞ രക്ഷാപ്രവർത്തനം പോലെ തന്നെ ഏറ്റവും വലിയ പിടിവള്ളി ഈ ഡിജിറ്റൽ തെളിവുകൾ. മാത്രമല്ല, ഈ നേതാക്കന്മാരും ഈ ഇപ്പോൾ പിടിയിലായ ആശാന്മാരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ നമുക്ക് ട്രേഡ് എടുക്കാന്നുള്ളല്ലോ, ഡിലീറ്റ് ചെയ്താൽ പോലെ. അതെ, എല്ലാം കണ്ടെടുക്കാം. ഇവരെ ചോദ്യം ചെയ്യാം. ഇവരിപ്പോൾ ജയിലിലാണുള്ള, അവരവിടെ പോയി ചോദ്യം ചെയ്യാം. അതല്ലാതെ തന്നെ ഈ ഇവരുമായി ബന്ധപ്പെട്ട വ്യക്തികളുണ്ട്, തിരുവനന്തപുരത്ത് അധോലോക സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവര് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ഈ കേഡർ പാർട്ടികളുടെ ഒരു രീതിയാണിത്. അപ്പം സംഘടിതരാണ് അവർ പെട്ടെന്ന് ഒരു ഉത്തരവ് പോകുന്നത്, നമ്മുടെ നേതാവിനെ ആക്രമിക്കാൻ പറ്റുന്ന എല്ലാവരും വന്ന് രക്ഷിക്കുമെന്നുണ്ട്. എല്ലാവരും പാഞ്ഞത്ത് കൈകെട്ടിയാൽ അവരെല്ലാം ആയുധം കാണുമല്ലോ. പാളയത്ത് പാർട്ടി ഓഫീസ് തന്നെ എന്തുകൊണ്ടാണ് കയറാൻ സമ്മതിക്കാത്തത്? അവർ ആയുധ ശേഖരം അവിടെയും കാണും. പാളയം ആ ഒരു മേഖല ഒന്നുകൂടി മൊത്തത്തിൽ ഒരു കാലത്ത് CPMന്റെ അതിശക്തമായ സാന്നിധ്യം അവരുടെ ശക്തി കേന്ദ്രം തന്നെയായിരുന്നു. ഈ പറഞ്ഞ ഈ ആക്രമണം നടത്താൻ വന്ന പലരും ആ മേഖലയിൽ താമസിക്കുന്നവരാണ്. പക്ഷെ അവരെല്ലാവരും ഇപ്പോൾ അകത്തായിരിക്കുന്നു. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം റഹീം, അതുപോലെ MV ഗോവിന്ദൻ, കടകംപള്ളി, മേറൂട്ടി, അങ്ങനെ ഇവിടെയുള്ള അത്യാവശ്യം നല്ല പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഈ കേസിൽ പ്രതിയാകും. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാട്ടിൽ വലിയ തൊല്ലയായിട്ട് മാറും. ഇതിന് ഇനി അപ്പുറം ഒരു പടി കൂടെ കടന്ന് കേന്ദ്രത്തിന് വേണമെങ്കിൽ നേരിട്ട് UAPA ചുമത്തിക്കൊണ്ട് ഇവർക്കെതിരെ തീവ്രവാദം ഉണ്ടാവുന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം വന്നവരാരെന്നും പലരും നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. ഇവർ ചെറുപ്പക്കാർ പോലുമല്ല, പലരും കണ്ട പലരെയും ഒരു ഗുണ്ടാ ലുക്കുള്ള ആളാണ്. അപ്പോൾ എവിടെന്നോ നമുക്കറിയാം ഈ TP കേസിൽ പണ്ടൊക്കെ കണ്ണൂരിൽ നേതാക്കന്മാർ അണികൾ വെച്ചിട്ട് ഇപ്പോൾ അവനെ കൊന്നിട്ട് പോകാന്ന് പറയുന്നത്, അണികൾ പോയി കൊന്നിട്ട് വരും. പിന്നെയാണ് ഈ അണികൾ മനസ്സിലായത് നമ്മളെ മറ്റു ജയിലിൽ അയക്കാനുള്ള പരിപാടിയാണ്. ഈ നേതാക്കന്മാർ ആരെയും മക്കൾ ഇതിലൊന്നും വരാതെ സുഖമായിട്ട് ജീവിക്കാൻ സത്യം മനസ്സിലാക്കി അവർ വരാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് TP കൊല്ലാൻ വേണ്ടി ഈ ഗുണ്ടാ സംഘങ്ങളും പ്രൊഫഷണൽ കില്ലേഴ്സിനെ ഇവർക്ക് കാശ് കൊടുത്ത് കൊണ്ടുവരേണ്ടി വന്നത്. അല്ല, നമ്മളിപ്പം ഒരു ആക്രമണം പിന്നെ ഒരു 2 വണ്ടി അടിച്ച് തകർക്കുന്നതിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണല്ലോ പറയുന്നത്. 2 വണ്ടി അടിച്ച് തകർക്കുന്നതിൽ ഒതുങ്ങി. പക്ഷേ ഇവരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരുന്നെങ്കിലും ഇതിലാരെങ്കിലും ഇവരിപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞതിനെ തുടർന്ന് ചില്ല് തെറിച്ചുള്ള പരിക്കാണ് അവർക്കുള്ളത്. എന്നാൽ അതിനേക്കാൾ മാരകമായിട്ടുള്ളൊരു ആക്രമണം അവർക്കുണ്ടായിരുന്നെങ്കിലും വലിയ ഇഷ്ടി കൊണ്ടല്ലേ ക്ലാസ്സിലൊക്കെ അടിച്ചു പൊട്ടിക്കുന്നത്. അതാണ്, അതായത് ഇത് ആയുധം കൊണ്ട് ഇവരെ ആക്രമിക്കുകയോ ഒരു ഉദ്യോഗസ്ഥന് ജീവഹാനി സംഭവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ഇവർ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴും തോന്നുന്നു, അന്ന് വന്ന ആക്രമണം നടത്താൻ വന്നവർക്ക് 2 സാധ്യത. ഒന്നുകിൽ അവർ പിണറായി പണിയെടുക്കാൻ വന്ന സ്വന്തം പാർട്ടിക്കാർ, നേരത്തെ പറഞ്ഞ ബിനീഷ് കോടിയുടെ സുഹൃത്തായ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും. അതല്ലെങ്കിൽ ഇവർ പറയും ഹലൂസിനേറ്റഡ് ആണ്, ഇവർക്ക് യാഥാർത്ഥ്യമായിട്ട് ഇവർക്ക് ബന്ധമില്ല. ഇവരിപ്പോഴും വെച്ചാൽ നമ്മൾ മാസാണ്, നമുക്ക് എന്തും ചെയ്യാം, സിനിമയിൽ കാണുമ്പോൾ നമുക്ക് ആക്രമിക്കാം, നമ്മളതും ചെയ്യില്ല എന്ന് കരുതി കാണും. ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ ഇവർ ഞങ്ങൾക്ക് ജയിലെന്ന് ഞങ്ങൾക്ക് പുത്തരിയൊന്നുമല്ല, ഞങ്ങൾ പണ്ട് ജയിലിൽ കിടന്നിട്ടുള്ളതെന്നൊക്കെ. പക്ഷെ അന്ന് ബസ്സിന് കല്ലെറിഞ്ഞിട്ട് ജയിലിൽ പോകുമ്പോഴത്തെ പരിപാടി കാലഘട്ടം മാറി. അതാണ് നമ്മൾ ഈ ആക്രമണം നടന്ന അന്ന് തന്നെ നമ്മൾ കൊടുത്ത ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുടുംബം എഴുതി വിറ്റെങ്കിൽ മാത്രമേ ഇവന്മാർ ഇതിനകത്തുനിന്ന് വരാൻ പോകുന്നുള്ളൂ. ഇതിനകത്ത് കുടുങ്ങിപ്പോയിരിക്കുന്നു. ഇത് കുടുക്കമെന്ന് പറഞ്ഞാൽ ചെറിയ കുടുക്കമൊന്നുമല്ല. ഇവരാരും ഉദ്ദേശിക്കാത്ത തലത്തിലാണ് നിയമങ്ങൾ മാറിയിരിക്കുന്നു, നീതിന്യായ വ്യവസ്ഥ മാറിയിരിക്കുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ് പല കേസുകളും പണ്ട് വെറുതെ വിട്ടുകൊണ്ടിരുന്നത്, വണ്ടി ആക്രമണ കേസൊക്കെ. ഇന്നത്തെ കാലത്ത് സാക്ഷി വേണ്ട, ഡിജിറ്റൽ തെളിവുണ്ട്. ഡിജിറ്റൽ തെളിവ് അംഗീകരിക്കാൻ കോടതിയിൽ നിയമമായിട്ടുണ്ട്.
അപ്പോൾ എന്ത് സംഭവിക്കും? ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് വേണമെങ്കിൽ നിങ്ങൾ പിന്നെ MV ഗോവിന്ദൻ പറയുന്ന പോലെ അവിടെ ചെന്നിട്ട് കോടതിയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട കോടതി അത് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം. കാരണം അതുകൊണ്ട് തന്നെയാണ് വിവിധ ചാനലുകളുടെ സ്ക്രീൻഷോട്ടുകളും വിവിധ ചാനലുകളുടെ എന്താ പറയുന്നത് ക്ലിപ്പിങ്ങുകളും എല്ലാം അവരുടെ എംബ്ലത്തോടു കൂടി വാങ്ങാനുള്ള ഒരു നീക്കത്തിലാണ് അന്വേഷണ സംഘം. അല്ല, അത് ആവശ്യമാണ്. മാത്രമല്ല ഇനിയെങ്കിലും ഭാവിയിൽ ഇതുപോലെയുള്ള വൃത്തികൾ കാണിക്കാതിരിക്കാൻ അത് ഏറെ ഗുണം ചെയ്യും. ഈ ജയിലിൽ പോയ ആശാമാർക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നത്. മനസ്സിലായി. അത് മാത്രമല്ല ഇവർ വീട്ടുകാരൊക്കെ നിരന്തരം ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്, മാസമാണ്, ഭയങ്കര സംഭവമാണ്, ഞങ്ങളുടെ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും, ഞങ്ങൾ ഓടിക്കും എന്നൊക്കെയാണ്. പക്ഷേ ഇവർ നമ്മളെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഇതങ്ങ് മറക്കും. അതാണ് ഇവർ ജയിലിൽ കിടക്കും അല്ലെങ്കിൽ കോടതി ഇറങ്ങും ജീവിതം മുഴുവൻ. അപ്പോൾ ഇതിൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല, അവരെ ഭാര്യ മക്കൾ സ്വയം ജീവിച്ചോളാം. അല്ലാത്തവൻ്റെ കാര്യം കട്ടപ്പോവുകയാണ്. ഏതായാലും മുട്ടയും കല്ലും കൊണ്ടൊക്കെ വന്നുള്ള ആക്രമണം കേരളത്തിലെ ഒരുപക്ഷെ മുട്ട കൊണ്ടുള്ള ആക്രമണം ഈ ആദ്യത്തെ സംഭവം തോന്നുന്നില്ല. അങ്ങനെ സാർ നമ്മൾ ഈ ഹൈവേ റോബറിയിലല്ലാതെ രാഷ്ട്രീയ പാർട്ടികളോ മറ്റു സംഘടനകളോ നടത്തുന്ന സമരത്തിൽ മുട്ടയുമായിട്ട് ഹൈവേ റോബറിക്കാരെന്ന് പറഞ്ഞാൽ ഇവന്മാർ റോബറി ആണല്ലോ. അല്ല, ഹൈവേ റോബറിക്കാരന്മാർ ഇവന്മാരെ അപേക്ഷിച്ച് എത്ര ഭേദം എന്ന് പറയാം. എന്തായാലും നന്നായിട്ട് കുടുങ്ങിയിരിക്കുകയാണ് നേതാക്കന്മാർ. എന്തൊക്കെയാണ് ഇനി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ CBI വരും, എല്ലാം അകത്താവും.